ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഷാജി കാരക്കാട്. ഞാനിപ്പോഴതേ പാലക്കാട് ജില്ലയിലെ വെല്ലപ്പുഴ. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു ട്രഡീഷണൽ വീട്. ഒരുപാട് മരങ്ങൾ ഉപയോഗിച്ചിട്ട് അതുപോലെ വെട്ടെല്ലൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ കിണറിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഈ കിണറിൻ്റെ വിശേഷവും ഈ വീടിൻ്റെ വിശേഷവും ഇത് നമ്മുടെ വെല്ലപ്പുഴയുള്ള മുത്തുക്കാൻ്റെ വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, വരും നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ വീട് നിൽക്കുന്നതേ ഏകദേശം 1 ഏക്കർ സ്ഥലത്താട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ സ്പേസ് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവിടെ മുറ്റത്തിൻ്റെ പണി നടക്കുന്നതുകൊണ്ടാണ് ആ ഭാഗം കൂടുതൽ കാണിക്കാത്തത്. ഒരു ട്രഡീഷണൽ വീടായതുകൊണ്ട് തന്നെ ഏകദേശം 7 വർഷം എടുത്ത് ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വീടാട്ടോ ഈ വീട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ പ്രൗഢി തെളിയിക്കുന്ന ഒന്നാണ് ഈ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ലക്ഷങ്ങൾ ചിലവ് വന്ന ഈ കിണർ കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കിണർ തന്നെയാണ്. ഒരുപാട് ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അടിയിൽ നിന്ന് തന്നെ ചെങ്കല്ല് വിരിച്ചു കൊണ്ടാണ് ഇതിൻ്റെ മുഴുവൻ പണിയും ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം കേട്ടോ. പിന്നെ ഈ നമ്മൾ ഈ ചകടങ്ങനെ വലിക്കുമ്പോഴേ ഒരു ഒച്ച ഉണ്ടോ? ഈ ശബ്ദം ഇതിൽ എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ അത് കല്ലെന്തോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് അത് ഒരു നാച്ചുറലായിട്ട് നല്ല രസമുണ്ട്. അതുപോലെ ഇതിൻ്റെ കിണറിൻ്റെ ഉള്ള് ബ്ലൂ കളറായിട്ടുള്ള അടിപൊളി വെള്ളമാണ്. നല്ല വെട്ടെല്ലൊക്കെ വിരിച്ചിട്ട് അടിപൊളി നല്ല ഗ്ലേസിങ് ഉള്ള നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കിണറായിരിക്കും. മുറ്റമണി കഴിഞ്ഞാൽ ഈ മതിലൊക്കെ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. നല്ല ഹൈറ്റുള്ള 2 ആൾക്ക് ഉയരത്തിലുള്ള മതിലാണ്. ഫുള്ള് വീടിൻ്റെ റൗണ്ടായിട്ട് ചെങ്കല്ല് കൊണ്ടാണ് ഇതിൻ്റെ ഫുള്ള് കിണറും ചുമരും മതിലും എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. തന്നെയാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഈ ഒരു കാർ പോർച്ചാട്ടോ. ഏകദേശം 6 വണ്ടി സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന വലിയൊരു കാർ പോർച്ച് തന്നെയാണ്. അതും ഈ വീടിൻ്റെ പ്രൗഢി തെളിയിക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന ഒരു കാർ പോർച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഒരുപാട് സംഗതികൾ ചേരുമ്പോഴാണ് ഈ വീടിൻ്റെ ഒരു ഭംഗി നമുക്കിങ്ങനെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് നമ്മൾ ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള സ്റ്റെപ്പ്. വളരെ നല്ല വലുപ്പമുള്ള അല്ലെ മുത്തുക? ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓണർ VM മുത്തുക അല്ലേ? മുത്തുക നാട്ടിൽ തന്നെയാണോ? നാട്ടിലാണ്. മുത്തുകാർക്ക് ഇത് വലിയൊരു താല്പര്യമൊന്നുമില്ല വീടെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പല കമൻറ്റുകളും വരുമ്പോൾ എന്നുള്ള ഒരു ഭയപ്പാടിലാണ് മുത്തുക എടുക്കണം. അപ്പം നമ്മളെ നിർബന്ധപ്രകാരം എടുക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ സമ്പാദ്യത്തിനനുസരിച്ച് ഒരു വീട് കയറ്റുക എന്നുള്ളത്. അപ്പോൾ ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും ഒരു വീട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് കയറ്റാം. അത് ആളുകൾ പല രൂപത്തിൽ പല ഫ്രസ്ട്രേഷനായിട്ട് പല ആളുകൾ പല കമൻറ്റ് ചെയ്യും. അത് നോക്കിയിട്ട് നമ്മൾ കാര്യമില്ല. നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ പാവങ്ങൾക്ക് സഹായിക്കുക നമ്മളൊരു ഭാഗത്ത് നമ്മൾ ചെയ്യാതിരിക്കില്ല, അത് നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ സമ്പാദിക്കുന്നതിനാണ് നമ്മൾ നല്ലൊരു വീട് കയറ്റുക, നമ്മൾ നല്ല ഒരു മെച്ചപ്പെട്ട ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള മുത്തുഖാന്റെ ഒരു സ്വപ്ന ഭവനാണ്. എത്ര വർഷമായത്? ഇത് നമ്മൾ ഒരു 6 വർഷമായി. 6 വർഷമായി. എന്റെ സുഹൃത്തുണ്ട് ഇവിടെ മൊയ്നു പറഞ്ഞിട്ട്. അവനിത് എനിക്ക് ആ വീട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇത് കാണിച്ചു തന്നു. ഇങ്ങനെ വീട് വരുന്നുണ്ട് വെല്ലപ്പുഴ. നിന്റെ നാട്ടിൽ കാരക്കാട് മാത്രമല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ വലിയ അടിപൊളി വീടുകളൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് എന്താണെങ്കിലും ഇതിന്റെ ഒരു ആ ഒരു സ്റ്റൈല് നല്ല രസമുണ്ട്. നല്ല വുഡൻ കളറായിട്ടുള്ള നല്ല കൂടുതലും ചെങ്കല്ലാണ്, ട്രഡീഷണൽ സാധനമാണ്. നമുക്ക് എല്ലാ സംഭവങ്ങളും വീടിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണട്ടോ. അപ്പൊ നിങ്ങൾ വരും അല്ലെ മുത്തുക? വരും. ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ ഈ മനോഹരമായിട്ടുള്ള ഈ സിറ്റ് ഔട്ട് അതൊരു ഹൈലൈറ്റ് തന്നെയാണ് ഈ വീടിൻ്റെ. അത് റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിങ്ങനെ ഭംഗിയായിട്ട് ഈ ഫില്ലറുകൾ ഇങ്ങനെ നിൽക്കുന്നത്, മരത്തിൻ്റെ തൂണുകൾ, അതാണ് ഞാനിതിന് പറഞ്ഞത് ഒരുപാട് എക്സ്പെൻസ് ചിലവായിട്ടുള്ളൊരു വീടാണെന്ന് പറഞ്ഞ്. ഓരോ ഒരുപാട് ഫില്ലറുകളാണ് നിരന്ന് നിൽക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാള് തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള വിശാലമായിട്ടുള്ള ഓപ്പൺ സിറ്റ് ഔട്ടാട്ടോ. തൊട്ടപ്പുറത്ത് കാണുന്നത് സ്ത്രീകൾക്ക് കിച്ചണിന് നേരെ പാസ് ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കാനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. ഈ വീടിന്റെ ഓരോ ഡിസൈനുകളും നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അത് മനസ്സിലായി. ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് വരുമ്പോഴേ അപ്പോൾ നമുക്ക് ആളുകൾക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും വീഡിയോയിൽ കുറച്ചായിട്ടല്ലേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഫില്ലറുകൾ ഉണ്ടല്ലോ, ഈ തൂണുകൾ എന്തിനാണ്? തൂണുകളാണ് ഇതിന്റെ ഹൈലൈറ്റ്. മഹാഗണി എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. മഹാഗണി പറഞ്ഞൊരു മരം ഉണ്ടല്ലോ, അത് ഫർണിച്ചറിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഫർണിച്ചർ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ് നമ്മൾ മുറ്റം കൂടുതൽ കാണിക്കാത്തത്. മുറ്റം ഇപ്പൊ അവരെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാർപോർട്സിലൊന്നും വണ്ടികളൊക്കെ പുറത്താണ് ഇട്ടിട്ടുള്ളത്. മുറ്റം കൂടി വന്ന ഈ വീടിന്റെ ഭയങ്കര ഭംഗിയായിട്ടോ. കാരണം വലിയ മുറ്റാണ്.
വലിയ മുറ്റം പറഞ്ഞാൽ വലിയ മുറ്റമാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, മുറ്റത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് കൂടുതൽ ആ ഭാഗത്തേക്ക് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉൾവശമൊക്കെ കാണാം കേട്ടോ. മുത്തുക്കാവൊന്ന് തുറന്നു തന്നാണ്, മുത്തുക്ക ഇവിടെ ഉണ്ടായത് നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മാഷാ അല്ലാ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹോൾ കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള വുഡിൽ ചേർത്ത സ്റ്റെയർ കേസ്, രണ്ട് ഭാഗത്തുനിന്നും കയറാനും ഇറങ്ങാനും പറ്റുന്ന രൂപത്തിലുള്ള വുഡ് കൊണ്ട് തീർത്ത അടിപൊളി സ്റ്റെയർ കേസും അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ബാൽക്കണി അല്ലേ, വീട്ടിൻ്റെ മുകളിൽ നിന്നും താഴത്തേക്ക് ആര് വന്നു എന്ന് കറക്റ്റ് അറിയുന്ന രൂപത്തിലാണ് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് വുഡാണ്. ഞാൻ പറഞ്ഞതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് പറഞ്ഞില്ലേ. ഈ വുഡിൽ തീർത്ത ഫാനാട്ടത്, ഇതിൻ്റെ ലീഫൊക്കെ വുഡാട്ടോ. അതാണ് തണുത്ത കാറ്റാണ് വരുന്നത് കേട്ടോ അല്ലേ, ഇതിന് തണുത്ത കാറ്റ് വരുന്നത്, വുഡാകൊണ്ടാവുന്നു, നല്ല അടിപൊളി തണുത്ത കാറ്റാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ടെലിഫോൺ കേട്ടോ, വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ മാർബിള് നല്ല ഭംഗിയുള്ള മാർബിൾ കേട്ടോ, ഇറ്റാലിയൻ മാർബിളാണ്. ഇതെന്താണ് മുത്തുക്ക? ഇത് തേക്ക്. ഇതൊരു നമ്മളെ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സുകളൊക്കെ വെക്കാൻ അതെന്തായാലും അടിപൊളിയായി കയറി വരുന്നോട് തന്നെ അല്ലേ. ഇതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇതൊരു ടീപ്പ് ആയിട്ട് ഉപയോഗിക്കാം, നല്ല മനോഹരമായിട്ടുണ്ട്, നല്ല ബിൽഡപ്പ് ക്വാളിറ്റി ആയിട്ട്. ഇതിപ്പോൾ കയറി ഇരുന്നാലും ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനമാണ്, സ്ട്രോങ് സാധനമാണ്. പിന്നെ ഈ ചെയറിൻ്റെ ഒക്കെ ഡിസൈൻ സിമ്പിളാണ്, പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. ഇത് മജ്ലിസ് അല്ലേ? അതെ. നിസ്കരിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു വിശാലായിട്ടുള്ള ഒരു നിസ്കാര റൂം വേറുണ്ട്. ഇത് മജ്ലിസായിട്ട് ഉപയോഗിക്കാം. ഇതാ ഇവിടെ നിസ്കാര റൂം, ഇതാ നേരെ ഇവിടെ ഇതാ നിസ്കാര റൂം കേട്ടോ. അപ്പോൾ അതും നല്ല വിശാലമായിട്ടുള്ള ഒരു 10-15-20 പേർക്കൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, 30 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ വീടിൻ്റെ നിസ്കാരമുറി സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതിൻ്റെ നേരെ ഒന്നെടുക്കാനും ഇതാ അബ്ലേഷൻ ഏരിയ ഒന്നെടുക്കാനുള്ള അടിപൊളി ഏരിയ, ഇതാ വെള്ളം പോകാനുള്ളതും കാര്യങ്ങളും. നേരെ ബാത്റൂം ഉണ്ട് അവിടെ അല്ലേ, ടോയ്ലറ്റും ഉണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ഹോളിൽ നിന്ന് റൈറ്റ് സൈഡിൽ മജ്ലിസ് കഴിഞ്ഞാൽ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ വരുന്നത് കേട്ടോ. നമുക്കെല്ലാം വീടിൻ്റെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു റൂമാണ് മാസ്റ്റർ ബെഡ്റൂം. അടിപൊളിയായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം. ഇതൊരു വേറെ തീമിലാണ് അല്ലേ, പുറത്ത് കണ്ട ആ ഒരു കളറല്ല, ഇവിടെ നമ്മളൊരു ബേജ് കളറിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതിൻ്റെ കർട്ടൻ ആണെങ്കിലും അതിൻ്റെ ഇന്ത്യയിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും എല്ലാം ഒരു വേറൊരു കളറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ ഇട്ടിട്ടുള്ള ഈ ടീപ്പോയി അതുപോലെ തന്നെ ഈ കട്ടില് അല്ലേ, എല്ലാ ഫർണിച്ചർ സാധനങ്ങളും ഹാൻഡ് മെയ്ഡ് ആണ് അല്ലേ. നമ്മളെ വീട്ടിൽ ഇവിടുന്ന് മരം ഇട്ടിട്ട് ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതൊക്കെ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ അത്ര കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരെ ഈ വീടിൻ്റെ മാതൃക കേട്ടോ. ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ മാതൃക ഇതാണ്. അതിലൊരു പിക്കാണ് ഇവരെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഇതാ കിണർ നമ്മൾ കണ്ടതും അതുപോലെ തന്നെ കാർപോച്ച്, അതുപോലെ ഇതിൻ്റെ വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ മുറ്റം, ഭയങ്കര വലിയ മുറ്റാണ്. ഇത് എത്ര സെൻറ്റിലാണ് ഇത് വീട് നിൽക്കുന്നത്? ഒരു ഏക്കറയിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫോട്ടോയിൽ കാണുമ്പോഴല്ല വലിയ മുറ്റാണ്, ഇതിൻ്റെ 4 ഭാഗത്തേക്കും സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഹോളിൽ നിന്നേ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാലേ നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോകുന്നിടത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടം, നല്ല ഭംഗിയായിട്ടുള്ള ഇതാ അക്വേറിയം, ഒരു ഫിഷ് അക്വേറിയം ഉണ്ട്. ടെഫൺ ഗ്ലാസ് വെച്ചിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള സാധനം, ഇതാ ഒന്നും ആവില്ല, അടിപൊളി. പിന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം, ഈ ഒരു സൗണ്ട് അത് വല്ലാത്തൊരു ഫീലാട്ടോ, വെള്ളം ചാടുന്ന ഇങ്ങനെ ഒരു സൗണ്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ. പൂർണ്ണമായിട്ടുള്ള ഫർണിഷിങ് എത്തിയിട്ടില്ല, അതൊക്കെ ഓർഡർ ചെയ്ത് കുറേ വരാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് മുത്തുക പറഞ്ഞത്. ഇതിൻ്റെ ലിവിങ് ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് അടുത്ത താഴെയുള്ള 2ാമത്തെ ബെഡ്റൂം ഇങ്ങനെ വന്നാൽ ഇതാണ്. ടോട്ടൽ 5 ബെഡ്റൂം അല്ലേ? 3 മുകളിലാണ്, 3 താഴെ 2. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കിടക്കുന്ന സ്ഥലമാണ് അല്ലേ. കുട്ടികളുടെ ഒക്കെ ഒരുപാട് സാമഗ്രികൾ കാണാണ്ട്. ഇവിടുത്തെ ഫർണിച്ചറും ഇവിടുത്തെ ഫുള്ള് ഇവിടുത്തെ ചെയ്താണ്. നല്ല സ്പേസ് ഉള്ള വലിയ റൂം കേട്ടോ. ഇവിടെ നമ്മൾ ബേജ് കളറിനെയാണ് അവർ ചെയ്തിട്ടുള്ള കർട്ടനും വാളൊക്കെ. ഇതാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഫുൾ വ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാൾക്ക് പോകുമ്പോഴേ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ വേണം പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിന് നമ്മൾ ഡൈനിങ് ഹാൾക്ക് വന്നാൽ ഇതാണ് 2, 4, 8, 10 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ഹാളാണ് ഇത്. നേരെ കിച്ചണിലേക്ക് ഇവിടുന്ന് പാസേജ്, ഇതാണ് അതിൻ്റെ മുകളിലത്തെ വ്യൂ കേട്ടോ. നല്ല രസമായിട്ടുണ്ട് ഡൈനിങ് ഹാളിൻ്റെ വ്യൂ. നേരെ കിച്ചണിലേക്ക് ഇവിടുന്ന് കിച്ചണൊക്കെ ഷോക്കേസ് അടിപൊളിയാക്കിയിട്ട് ക്രോക്കറി ഐറ്റംസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആളുകൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും കിച്ചണൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, വീഡിയോ കാണുന്ന സ്ത്രീകൾക്ക് കിച്ചണൊന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും. ഇതാണ് വിശാലമായിട്ടുള്ള കിച്ചൺ കേട്ടോ. എനിക്ക് തോന്നുന്നു ഡൈനിങ് ഹാളിനേക്കാളും വലുത് കിച്ചണാണ് അല്ലേ? സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതാണ്ട് വലുതാക്കി കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നിന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വിശാലമായിട്ടുള്ള കിച്ചൺ കേട്ടോ. പിന്നെ ഒരു ന്യൂജൻ ഫ്രിഡ്ജാണ്. ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തുറക്കാതെ തന്നെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അല്ലേ? ഫുൾ വ്യൂ ആണ് അല്ലേ? അത് ഡബിൾ ഡോർ അല്ല, 4 ഡോറാണ് കേട്ടോ അതിന് വരുന്നത്. 4 ഡോർ ഫ്രിഡ്ജാണ് വരുന്നത്. ഹോട്ട് വാട്ടറൊക്കെ വേറെ ഉണ്ട്, ഹോട്ട് വാട്ടർ വേറെ വെക്കാം അല്ലേ? കൂൾ വാട്ടർ എല്ലാതും ഇത് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഇതും ഡോറാണ്. ഒരുപാട് സാധനങ്ങൾ വെക്കാം. അറിയാം, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. ഫ്രൂട്ട്സും കാര്യങ്ങളല്ലാതെ മറ്റുള്ള സാമഗ്രികൾ ഉപയോഗിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഈ കിച്ചണിൽ കളർ സെറ്റ് ചെയ്തിരിക്കണേ ഒരു ഗ്രേ കളറാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കിച്ചണിൽ, മെയിൻ കിച്ചൺ അതാണ് അല്ലേ? ഇവിടെ അധികം അങ്ങനെ ഭക്ഷണം പാകം ചെയ്യൽ അവിടെയാണ് അല്ലേ? നമ്മൾ ഈ വലിയ കിച്ചൻ്റെ, ഇത്ര വലിയൊരു കിച്ചൺ ഞാൻ ഒരു വീട്ടിലും കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് വലിയ വലിയ വീടുകൾ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഇത്ര വലിയൊരു കിച്ചൺ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ കിച്ചണിൽ നമ്മൾ രണ്ടാമത്തെ കിച്ചണിലേക്ക് കിടക്കുക കേട്ടോ. ഇതാണ് ഇവരെ രണ്ടാമത്തെ കൂടുതൽ ഉപയോഗിക്കുന്ന കിച്ചൺ ഇതാണെന്നാണ് പറഞ്ഞത്. ഇവിടെയും അടിപൊളി ഒരു പ്രത്യേക തരത്തിലുള്ളൊരു കളറ് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ പുറത്തേക്കുള്ള ആരെങ്കിലും ഗസ്റ്റ് വന്ന് നോക്കാനും അതുപോലെ തന്നെ ഈ ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് പറഞ്ഞത്. നേരെ കിച്ചണിന് പാസ് ചെയ്തിട്ടുള്ള ആ ഒരു സിറ്റ് ഔട്ടാണ് ഇത് കേട്ടോ. ഇവിടുന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഗസ്റ്റ് ആരെങ്കിലൊക്കെ വന്നാലും ഇവർക്ക് ഇവിടുന്ന് സ്ത്രീകൾക്ക് ഉമ്മറത്ത് കൂടെ വരേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് അടുക്കളയിൽ തന്നെ ആരാ വന്നിക്കിടുന്നത് നോക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അപ്പോൾ നമുക്ക് ഇതാ നേരെ കിണർ, നേരെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതിൻ്റെ കിണർ വരുന്നത് കേട്ടോ. ഈ ഫില്ലർ ഇത് വുഡല്ലല്ലോ? ഇത് വുഡല്ല. ഇതെന്താണ്? ഇത് ഒരു മെറ്റീരിയൽ നമ്മളെ സ്റ്റോൺ ആണോ? കോഴിക്കോട് വയനാട് അല്ലാണോ? സ്റ്റോൺ ആണോ? അല്ല, സിമെന്റ് ഉപയോഗിച്ച സാധനമാണ്. പക്ഷേ കോഴിക്കോട് വയനാട് ജില്ലയിൽ നോളജ് സിറ്റി എന്ന ഒരു വലിയൊരു കോളേജും നോളജ് സിറ്റി, ആ നോളജ് സിറ്റിയിലെ വലിയ മസ്ജിദ്, വലിയ പള്ളി ഉണ്ട്, അതിൽ ഉപയോഗിച്ച മെറ്റീരിയൽ ആണിത്. കാരണം അതിന്റെ ഫില്ലറുകള് വലിയ ഫില്ലറുകൾ സെന്ററിലുള്ള വലിയ, ഞാൻ പോയിട്ടുണ്ട്, മസ്ജിദിന്റെ ഉള്ളിലുള്ള 4-6 പില്ലറൊക്കെ ഉണ്ട്. ആ പില്ലർ ഉപയോഗിച്ച ഈ മെറ്റീരിയൽ ഉപയോഗിച്ച് ശരി, അതാണല്ലേ കണ്ടിട്ട് അതിന്റെ ആളുകള് അത് കിച്ചന്റെ ഭാഗത്ത് അതാക്കി. വുഡ് എല്ലാവർക്കും വുഡ് ആക്കണ്ട വിചാരിച്ചല്ലേ? അതൊരു പ്രത്യേക ഫീലുള്ള ഒരു മാർബിളിന്റെ ഒക്കെ ഒരു രൂപത്തിലുള്ള, കണ്ട അങ്ങനെ തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു സാധനം കേട്ടോ. ഇവിടെ ഓപ്പൺ കിച്ചൺ ആണല്ലേ? ഇവിടെയും കിച്ചൺ തന്നെ കേട്ടോ. ഇവർക്ക് ഒരുപാട് കിച്ചണാണ്, കുറച്ച് കിച്ചൺ ഒന്നല്ല. ഓ വിശാലമായിട്ടുള്ള ഇത് കിച്ചൺ എന്ന് പറയാനില്ല, ഇത് ഗ്രൗണ്ട് ആയിക്കണു. ഇത് കിച്ചണൊക്കെ വിട്ടിട്ട് മുത്തുക, ഇതൊരു ഗ്രൗണ്ട് ആയിക്കണു. ടർഫ് ഗ്രൗണ്ടൊക്കെ ചെയ്യാൻ പറ്റിയ വലിയ രൂപത്തിലുള്ള ഇത് വേറെ കിച്ചൺ. ഓ സ്ത്രീകൾക്ക് അങ്ങോട്ട് സന്തോഷമാണ് രൂപത്തിലേ. കിച്ചണ് ചെറുതൊന്നല്ല, ഓടി കളിക്കാൻ, പന്ത് കളിക്കാനുള്ള ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള ഗ്രൗണ്ട്. ഇതാണ് അടുത്തൊരു കിച്ചണിൽ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അണ്ടർഗ്രൗണ്ട് ഒന്ന് കാണാം കേട്ടോ. ഇത് വീടിൻ്റെ കിച്ചണിന് നേരെ ഇറങ്ങിയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ വീടിൻ്റെ സാമഗ്രികളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ സ്ഥലവും ഉപയോഗപ്പെടുത്തിയിട്ട് വളരെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത ഒരു വീടാണ്. അത് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം ഇതിന് ഇനി വേറെ ഷെഡ്, ചായ്പ്, വിറക് വരാന്നൊക്കെ പറയില്ലേ, അതൊന്നും ആവശ്യമില്ലാതെ. അപ്പോൾ വീട് കേട്ടുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സ്ഥലങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. സംഗതി ഇവർ ഓരോ ഏക്കറയിലെ വീട് വെച്ച് കളിച്ചിട്ടും എന്നാലും ഇവരെ ഓരോ സ്പേസും അത് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വരുമ്പോഴേ വീടിൻ്റെ ബാക്ക് സൈഡിലും ഒരു പടിപ്പുര ഉണ്ട് കേട്ടോ. വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു അടാറ് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. 4 ഫ്ലോറാണ് വരുന്നത് അല്ലേ? ഒന്ന് ഗ്രൗണ്ട് ഫ്ലോറ്, അത് പിന്നെ ഫസ്റ്റ് ഫ്ലോറാണ് അങ്ങോട്ട് കയറുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറ്, പിന്നെ സെക്കൻഡ്, തേർഡ്, 4 ഫ്ലോറായിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി വരുമ്പോൾ 4 ഫ്ലോറാണ് വരും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേ ഒന്ന് കാണാം. സ്റ്റെയർ കേസിൻ്റെ തന്നെ ഈ വർക്കുകളൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് ചെയ്ത വർക്കുകളാണ്. അടിപൊളി കൊത്തുപണികളാണ്. മരങ്ങൾ, ഇതെന്താണ് മുത്തുക മരം? തേക്കാണ്. ഇത് തേക്കാണ് ഫുള്ള് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിട്ട് സ്പ്ലിറ്റായിട്ട്, വീണ്ടും സ്പ്ലിറ്റായിട്ട് 2 ഭാഗത്തേക്കാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതുവഴി പോവാം. ഇവിടെ തന്നെ, ഇവിടെ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട ഏരിയ. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സ്റ്റെയർ കേസിൻ്റെ ഇവിടേക്ക് വരുമ്പോൾ ഇതാ താഴേക്കുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന്. അതിൻ്റെ മുകൾ ഭാഗം കേട്ടോ. നമ്മളെ സിറ്റ് ഔട്ട്
ഇവിടുന്ന് ഫുള്ളായിട്ട് കാണും. തന്നെയാണ് ഇതിൻ്റെ ഭംഗി. ഈ വുഡിൽ തീർത്ത ഈ സ്റ്റെയർ കേസ് ഇതാ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര വ്യൂ തന്നെ കേട്ടോ. തന്നെയാണ് ഇതിൻ്റെ ഭംഗി. അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ബാൽക്കണി, ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൻ്റെ നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി കണ്ടോ. ഇവരെ ഒരു ഏക്കറുടെ ഒരു 75% പോയിട്ടുള്ളത് മുറ്റായിട്ടാണ്. കാരണം മുറ്റം ലോങ് മുറ്റാണ്. അതിൻ്റെ വർക്ക് കഴിഞ്ഞാലൊക്കെ അടിപൊളിയായിരിക്കും. ഇത് കാർ പോച്ച് വണ്ടികളൊക്കെ പുറത്താണ്. അതിൽ പണി നടക്കുന്നുണ്ട്, മുറ്റത്തിൻ്റെ പണി നടക്കുകയാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ലോങ്ങിൽ നിന്ന് കാണണേ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണിയുടെ ഒരു വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നത് കേട്ടോ. നല്ല ചെങ്കലിൻ്റെ ചുമരും അതുപോലെ ഈ മരത്തിൻ്റെ ഈ ജനാലവും ഇത് ഇവിടെ തരും ചെറിയ വർക്ക്, അടിപൊളി വർക്കാണ്. അപ്പോൾ നമ്മൾ മുകളിൽ താഴെ 2 ബെഡ്റൂം കണ്ടു, മുകളിലത്തെ 3 ബെഡ്റൂമിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇവിടെയും അത്യാവശ്യം വലിയ ബെഡ്റൂം കേട്ടോ, ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് താഴത്തൊക്കെ ബാത്റൂം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. അത് നമുക്ക് ഇവിടുത്തെ ബാത്റൂം ഒന്ന് കാണാം. ഇതാണ് ബാത്റൂം. അപ്പോൾ നമ്മുടെ 4ാമത്തെ ബെഡ്റൂം കേട്ടോ, മുകളിലെ 2ാമത്തെ ബെഡ്റൂമും ഇതാ, അതും ഏകദേശം അതേ രൂപത്തിലുള്ളൊരു കളറാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്നുള്ളത് സപ്രമഞ്ചിൽ കട്ടലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പണ്ടൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന കൊട്ടാരങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അങ്ങനെ കാണാൻ കിട്ടില്ല. അത് ഫുള്ള് വുഡിൽ തീർത്തിട്ടുള്ള സപ്രമഞ്ച കട്ടൽ, അങ്ങനെ തന്നെ ഇതിൻ്റെ പേരെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഈ കട്ടലിന് എന്താ പറയാന്നുള്ളത്. ഇതൊക്കെ റൂം എത്രയാണ്? 20 മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 5 ബെഡ്റൂമാണ്. ചിലത് ഇതിലും വലുതുണ്ട് അല്ലേ? താഴെയുള്ള 1-2 ഇതിലും വലുതാണ്. എല്ലാ റൂമിനും ഇതുപോലെ ഡ്രസ്സിങ് റൂമുണ്ട്. എന്നിട്ടാണ് അവിടെ നിന്നാണ് ബാത്റൂമിൽ കേട്ടോ. ഈ ഡ്രസ്സിങ് റൂം എപ്പോഴും റൂമിൽ നിർബന്ധമാണ്. കാരണം നമ്മൾ അറ്റാച്ച് ബാത്റൂമിൽ നിന്ന് നേരെ കയറി വരുന്ന ബെഡ്റൂമിലേക്കാണെങ്കിൽ അതിൻ്റെ വൃത്തി നഷ്ടപ്പെടും. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ചാമത്തെ ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ടുള്ള ഒരു ആർട്ട് എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുള്ളൊരു ആർട്ട് കേട്ടോ. സിമ്പിളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ 5ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു ബെഡ്റൂമിൽ തന്നെ 2 ബെഡ് വിശാലമായിട്ടുള്ള റൂമാകൊണ്ട് ഗസ്റ്റ് റൂമാണ്. ശരി. പാർട്ടീഷൻ ചെയ്താൽ 2 റൂമാക്കാൻ പറ്റിയ രൂപത്തിലുള്ള നല്ല സ്പേസുള്ള ഒരു ബെഡ്റൂമാട്ടത്. ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ള വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ നമ്മൾ മുകളിലത്തെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ നമ്മളിങ്ങനെ പോകുമ്പോഴേ അതിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇതാ നിർമ്മിക്കുന്ന ഒരു ഹോം തിയേറ്ററാണ്. അത്യാവശ്യം സ്പേസിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലീസ് സിനിമയൊക്കെ ഉണ്ടാവുമോ? OTT-ൽ വരുന്നതൊക്കെ അതൊക്കെ കാണാം. അല്ല റിലീസ് ഉണ്ടാവുക, പേയ്മെന്റ് അടച്ചാൽ അതും ചെയ്യാൻ പറ്റുന്നതാണ്. റിലീസ് ചെയ്യാം. അതിന്റെ പേയ്മെന്റ് കൊടുത്താൽ മതിയെന്നുള്ളൂ. വീട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ശരി. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് വർക്ക് നടക്കണോണ്ട്. ഓക്കെ. അതെ അർജന്റിലല്ല. ടൈം എടുത്തിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ വേണ്ടതും വേണ്ടാത്തൊക്കെ ഒഴിവാക്കിയിട്ട് ശരി. ഇനിയിപ്പോ ഇതിന്റെ വർക്ക് ബാക്കിയുള്ളത് തിയേറ്റർ, പിന്നെ ഫ്രണ്ട് ഗാർഡന്, മുറ്റങ്ങള്, ലാൻഡ്സ്കേപ്പിംഗ്. അതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അധികം വ്യൂ എടുക്കാഞ്ഞത്. കാരണം അതിന്റെ ഫ്രണ്ട് ലാൻഡ്സ്കേപ്പ് വരുമ്പോഴാണ് വീടിന്റെ ഭംഗി ഇല്ലാന്നല്ല, അത് വന്നാൽ അത് അതിമനോഹരമാവും. ആ ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് വന്നാൽ, കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ ഉണ്ടാവുമല്ലോ വീട്ടിൽ നിന്ന് റോട്ടിക്ക്. ഏകദേശം 100 മീറ്ററിന്റെ അടുത്ത് അല്ലേ ഉണ്ടാവും, ലെങ്ത് ഉണ്ടാവും. അത്രയും ലെങ്ത് ആണ് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് കേട്ടോ. അതെ, കറക്റ്റ് പറയണ്ടല്ലേ, കറക്റ്റ് ആക്കിയ ഒരുപാട്. അത് ശരിയാണ്. അതെ അതെ.
നമ്മുടെ ഒരു പ്രൈവസിയിൽ അങ്ങനെ നിൽക്കട്ടെ. അതെ തീർച്ചയായിട്ടും. അല്ല, ആളുകൾക്ക് വീട് കാണുക എന്നുള്ള ഒരു ആഗ്രഹിക്കാറ് ഒരുപാട് ആൾക്കാർ വേറെ നാട്ടിലൊക്കെ. അതെ അതെ അതെ. അല്ല, അതൊരു 5% ആളുകൾ നെഗറ്റീവ് കമന്റ് എഴുതും. അത് എങ്ങനെ നോക്കിയാലും എഴുതും. നമ്മൾ നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് കയറ്റുന്ന വീടുകളാണ്. നമ്മുടെ സ്വപ്ന ഭവനാണ് വീട് എന്ന് പറഞ്ഞത്. ജീവിതത്തിൽ ഒന്നേ കയറ്റാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ കയറ്റണം. ഞാൻ ആ അഭിപ്രായക്കാരാണ്. 90% ഇത് കാണുന്ന ആളുകളും 95% ആളുകളും അത് തന്നെയാണ്. പിന്നെ 5% അതുണ്ടാവും, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ, അതിന്റെ ഒരുപാട് അധ്വാനം കഷ്ടപ്പാടും ഇതിന്റെ ബാക്കിൽ ഉണ്ടാവും. അല്ലാതെ ഒരു വീടിന്റെ 17 വർഷമായിട്ട് ഒരു കൂട് കൂട്ടിയ ഒരു അതെ അതെ ഒരു സ്വപ്ന ഭവനാണ് എത്തിച്ചത്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ്. മാഷാ അല്ലാഹ്. ഇനി നിങ്ങളെ പിന്നെ ബിസിനസ്സിലും കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകട്ടെ. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇത് വീഡിയോ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഈ ഒരു ജേണി വിത്ത് ഷാജി എന്ന ഈ ചാനലിന് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.